ഹലോ എവരി വൺ. അങ്ങനെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ മൂവി റിലീസായിരിക്കുകയാണ്. സോ ഈ മൂവി എങ്ങനെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇതിലെ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഡെഡ്പൂൾ എ.കെ.എ. വെയ്ഡ് വിൽസൺ ഇപ്പോൾ പഴയ സൂപ്പർ ഹീറോ പണിയൊക്കെ നിർത്തി ഇപ്പോൾ കാർ സെയിൽസ്മാനായിട്ടൊക്കെ ജീവിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ടി വിയിലുള്ളവർ വന്ന് വീടിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതും പുതിയ ഓഫർ കൊടുക്കുന്നതും ഒക്കെ. ശേഷം പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ മുഴുവനും. ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുക, വാവ്, വാട്ട് എ മൂവി. ഈ അടുത്തിറങ്ങിയ മൂവീസുകളിൽ വെച്ച് നല്ലൊരു ട്രീറ്റ് തന്ന ഒരു മൂവി എന്ന് തന്നെ പറയാം. MCUയിൽ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇതുപോലൊരു പടം കാണുന്നത്. വൺ തിങ് ഐ ടെൽ യു ഗൈസ്, നിങ്ങൾ ഈ മാർവൽ ഫാൻ ആണെങ്കിൽ ഈ മൂവി നല്ലൊരു ട്രീറ്റ് തന്നെയാണ്. ഇതിൽ വലിയ സ്റ്റോറി എക്സ്പെക്റ്റ് ചെയ്ത് പോയി കാണരുത്. എന്താ പറയുക, ഒരു സിമ്പിൾ സ്റ്റോറി. മാർവലിൽ നമ്മൾ കണ്ടിട്ടുള്ള മൾട്ടിവേഴ്സ്, എക്സ്പാൻ ക്യാരക്ടേഴ്സ്, അവരുടെ സ്റ്റോറി, സ്പെഷ്യാലിറ്റീസ്, ഫാൻസിനിടയിലുള്ള അവരുടെ വാല്യൂസ് ഒക്കെയാണ് ഈ മൂവിയിൽ കാണാൻ കഴിയുന്നത്. മൾട്ടിവേഴ്സ് ഇൻവോൾവ് മൂവി എന്നൊക്കെ പറയുമ്പോൾ ഈ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ കിട്ടേണ്ട ഓഡിയൻസ് റെസ്പോൺസ് ഈ ഡെഡ്പൂൾ ആൻഡ് വോൾവറിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിലെ കമ്മ്യൂസ് എന്താ പറയുക, അതും പെർഫെക്റ്റ് ടൈമിൽ ഇൻട്രോ, ഒരു രക്ഷയില്ല. ഇത്ര ഫാൻ സർവീസ് ഉള്ള ക്യാരക്ടേഴ്സുകളെ കമ്മ്യൂസായിട്ട് കൊണ്ടുവരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഇത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ മൂവിയാണ്. ആ ക്യാരക്ടേഴ്സുകളെ എല്ലാം ട്രീറ്റുകളോട് പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയാം. പിന്നെ ഡെഡ്പൂൾ 2 കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ കാണാം. റയൻ റെനോൾഡ്സ് കാസ്റ്റ് ചെയ്യുന്ന ഡെഡ്പൂൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തെന്ന് പറയാം. ആസ് വെൽ ആസ് വോൾവറിൻ്റെ കാര്യം നോക്കിയാൽ ആക്ച്വലി ഹ്യൂ ജാക്ക്മാൻ കാസ്റ്റ് ചെയ്തിരുന്ന വോൾവറിൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് ഇത് എന്ന് പറയാം. വോൾവറിൻ ഓരോ മാർവൽ ഫാൻ്റെ ആവേശമാണ്. കോഴ്സ് ഐ എം എ വോൾവറിൻ ഫാൻ. ആ വോൾവറിൻ ക്യാരക്ടറിനെ ഹ്യൂ ജാക്ക്മാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം ഈ മൂവിയിൽ. മൊത്തത്തിൽ ഈ മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ മൂവി ഈസ് സോ അമേസിങ്. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. ഇപ്പോൾ MCU മൾട്ടിവേഴ്സിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് കണ്ടറിയണം. സോ നിങ്ങൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.